എനിക്കിന്ന് സംസാരിക്കാനുള്ളത് ഈ രണ്ടുപേരെ പറ്റിയാണ്. രാഹുൽ ഗാന്ധിയും കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സുരേന്ദ്രൻ. ആദ്യം നമുക്ക് സുരേന്ദ്രനിലേക്ക് വരാം. അതിനുശേഷം ഹരിയാന വഴി മഹാരാഷ്ട്ര വഴി നമുക്ക് രാഹുൽ ഗാന്ധിയിലേക്ക് എത്താം. പലരും രാഹുൽ ഗാന്ധിയെ നൈസായിട്ട് സ്കിപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. വമ്പം പരാജയം ഏറ്റുവാങ്ങിയിട്ട് നിൽക്കുകയാണ് ആര് രാഹുൽ ഗാന്ധി. അത് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ബൈ ഇലക്ഷൻ ആയിരുന്നു. 3 സ്ഥലത്താണ് ബൈ ഇലക്ഷൻ നടന്നത്. 1 പ്രിയങ്ക ഗാന്ധി ജയിച്ചു, 2 പ്രദീപ് ജയിച്ചു, 3 രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പാലക്കാടാണ് നമ്മളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ബി.ജെ.പി ചിലപ്പോൾ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ പാലക്കാടുണ്ടായിരുന്നു. പാലക്കാട് ബി.ജെ.പി 2ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അവർ വലിയ രീതിയിൽ വോട്ട് പിടിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ശ്രീധരൻ ജസ്റ്റ് 3000 വോട്ടിനൊക്കെയാണ് അവിടെ തോറ്റു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കണ്ണുകളും പാലക്കാട്ടൊക്കെയായിരുന്നു. ഈ പാലക്കാട് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നയിച്ചത് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്വാഭാവികമായിട്ടും തോൽവിയുടെ ഉത്തരവാദിത്വം പുള്ളിക്കാരൻ തന്നെയാണ്. ബി.ജെ.പി പോലുള്ള ഒരു പാർട്ടി ശ്രീധരനെ നിർത്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിന്റെ വ്യത്യാസം എടുത്തു. ഇപ്പൊ ഈ ഒരു സമയത്തേക്ക് വരെ അതായത് കുറച്ചുകൂടെ നല്ലൊരു ഫേസിനെ നിർത്തിയായിരുന്നെങ്കിൽ ബി.ജെ.പിക്ക് കുറച്ചുകൂടെ നല്ല മെച്ചപ്പെട്ട രീതിയിലൊരു പ്രകടനം നടത്തായിരുന്നു. ചിലപ്പം ഒരു 2000 വോട്ടിനൊക്കെ അവർ തോക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ഒരു 10-12,000 വോട്ടിനൊക്കെയാണ് തോറ്റ് തുന്നം പാടി നിൽക്കുന്നത്. ബി.ജെ.പിയുടെ പ്രസിഡന്റിന്റെ ഓവർ കോൺഫിഡൻസ് ആണ് ഇതിനകത്ത് വലിയ കോമഡി നോക്കുന്നത്. ഇലക്ഷൻ കഴിയുന്ന ദിവസം പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾ 1ാം സ്ഥാനത്തും UDF 3ാം സ്ഥാനത്തും വരുമെന്നാണ്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതിൽ വലിയ കോമഡി. ഇതൊക്കെ തെരഞ്ഞെടുപ്പല്ലേ, ബൈ ഇലക്ഷൻ അല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുഴമ്പൻ ഡയലോഗ് ഒക്കെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സന്ദീപ് വാര്യറിന്റെ ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് കേരളത്തിലെ ബി.ജെ.പിയുടെ അറിയപ്പെടുന്ന ഒരു മുഖമാണ്. സന്ദീപ് വാര്യറിനെ പോലെ ഒരാളെ അപമാനിച്ചിറക്കി വിട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ പാർട്ടിയിൽ നിന്ന് ഒരാളൊരു അപമാനം പറയാൻ നേരത്ത് അത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് ഏറ്റെടുത്ത് പരിഹരിക്കുകയാണ് ഒരു സംസ്ഥാനത്തിന് നേതൃത്വമൊക്കെ ചെയ്യുന്നത്. വോട്ടേ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ നിന്ന് അവസാനം പുള്ളിക്കാരൻ പോയി കോൺഗ്രസ് ചേർന്നിട്ട് സന്ദീപ് വാര്യർ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കേരള ബി.ജെ.പി എന്നൊക്കെ പറഞ്ഞാൽ വട്ടപൂജ്യമാണ്. കേരളത്തിലെ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ ബി.ജെ.പി. ഇപ്പം CPM കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ ഒരു വികാരമുണ്ട്, കോൺഗ്രസിനെതിരെ ഒരു വികാരമുണ്ട്. ഇപ്പം മുനമ്പം വിഷയത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, കേരളത്തിലെ ഇടത് വലത് മുന്നണിക്കെതിരെ വലിയ ശക്തമായ ഒരു വികാരമുണ്ട്. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ പോലും ഉണ്ട്. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തതാണ്. ആലോചിക്കാം, മലയാളികൾക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് തെളിയിച്ചതാണ് തൃശ്ശൂരിലെ പാർലമെന്റ് ഇലക്ഷൻ. താമര ചിഹ്നത്തിലാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ മലയാളികൾ മാറുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിവും പ്രാപ്തിയില്ല. അവർക്ക് ആൾക്കാരിലേക്ക് തന്ത്രം ഇറക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ എത്തിക്കാനോ നല്ല നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരാനോ നല്ല ഫേസ് ഉണ്ടാക്കിയെടുക്കാനോ ഉള്ള നേതാക്കന്മാരെ ചേർത്ത് പിടിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒന്നും ശേഷിയില്ലാത്ത ഒരു സംസ്ഥാന നേതൃത്വം. ഇപ്പോഴും ഇവർ നിലനിന്ന് പോകുന്നത് കേന്ദ്രത്തിലെ ബി.ജെ.പി എന്തെങ്കിലും നയങ്ങൾ കൊണ്ടുവരും. കേന്ദ്രത്തിൽ അമിത്ഷാ, ബി.ജെ.പി ഇതുപോലെ ഒരു ഈ ഫേസ് നോക്കിയിട്ട് കുറെ ആൾക്കാർ അവർക്ക് വേണ്ടി കൊണ്ട് വോട്ട്. ഇവിടെ കേരളത്തിലെ ബി.ജെ.പിക്കാർ പ്രചരിപ്പിക്കുന്നത് ഇത് കേരള ബി.ജെ.പിയുടെ മികവാണെന്നാണ്. ഒന്നുമല്ല, കേരള ബി.ജെ.പിയുടെ മികവ് എന്ന് പറയുന്നത് ഈ പാലക്കാട് ഇലക്ഷനിൽ കാണേണ്ടതായിരുന്നു. കേരള ബി.ജെ.പിക്ക് വ്യക്തമായി സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ല. അവരുടെ കാൽക്കുലേഷൻ ശരിയായില്ല. സ്വന്തം പാർട്ടിക്കാർ പോലും സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല, വോട്ട് മറിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ഏറ്റവും നല്ല അവസരം പോലും ഉപയോഗിക്കാൻ അറിയാത്ത ഒരു സംസ്ഥാന നേതൃത്വത്തെ വെച്ചുകൊണ്ട് ഈ കമ്പനി മുമ്പോട്ട് പോകും എന്ന് ഒരു പ്രതീക്ഷയും നമുക്കാർക്കും ഇല്ല. അപ്പം നല്ല ഫേസ് വരാതെ ആൾക്കാർ വന്ന് വോട്ട് കുത്തില്ല. ഇപ്പൊ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടാണ് ആൾക്കാർ വോട്ട് കുത്തിയത്? സുരേഷ് ഗോപി എന്ന ഫേസും സുരേഷ് ഗോപി പോലുള്ള ആളായതുകൊണ്ടാണ് തൃശ്ശൂരിൽ ബി.ജെ.പി ജയിച്ചത്. ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റ് പോയി നിന്നാലും അവിടെ ജയിക്കാൻ പോകുന്നില്ല. പാലക്കാടൊക്കെ ശ്രീധരനെ പോലെ ഫേസ് ഉള്ള അല്ലെങ്കിൽ ശ്രീധരനെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരാളെ കൊണ്ട് നിർത്തണമായിരുന്നു. ഇപ്പം പാലക്കാടുള്ള പല ബി.ജെ.പിയുടെ നേതാക്കന്മാരുടെയും സ്റ്റേറ്റ്മെന്റ് ഒക്കെ കണ്ടു. അവർ പറയുന്നുണ്ട് കൃഷ്ണകുമാറിനെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ സംസ്ഥാന നേതൃത്വത്തിൽ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാരൊക്കെ ഇടംപിടുത്തം പിടിച്ചിട്ടാണ് സ്വന്തം ആളെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഇപ്പം ഇമേജ് ഫുള്ള് പോയി. ഈ അടുത്ത കാലത്തൊന്നും ഇനി പാലക്കാട് ജയിക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക് പോലും ബി.ജെ.പിയുടെ പെർഫോമൻസ് താഴേക്കാണ് പോയത്. അപ്പോൾ സന്ദീപ് വാര്യറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇറക്കി വിടുന്നു. ആ വേദി കിട്ടാത്ത ഒരു സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇറക്കി വിട്ടതെന്നൊക്കെ പറഞ്ഞ് ചീള് കേസ് എന്നൊക്കെ പറയുന്നു. സ്വന്തം സംസ്ഥാന സമിതി അംഗമൊക്കെ പ്രാദേശിക നേതാവാണ്, ചീള് കേസാണെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയും. അപ്പോൾ 180 ബാക്കി ചീള് കേസ് അവിടെ ഉണ്ടെന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്? സംസ്ഥാന ഘടകത്തിലെ സംസ്ഥാന സമിതി അംഗങ്ങൾ വരെ ചീള് കേസാണ്, കഴിവില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിലൊരു സംസ്ഥാന ഘടകം എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നത്? കേരളത്തിൽ ഇനി ബി.ജെ.പി കൊണ്ട് നല്ല ഫേസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന സംഘടനാ സംവിധാനം മുമ്പോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെ ചേർത്ത് നിർത്താൻ പറ്റുന്ന. ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ബി.ജെ.പിയുടെ ബൂത്ത് മെമ്പർമാരെ പ്രസിഡന്റുമാരെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. 5 വർഷം മുമ്പ് പ്രവർത്തിച്ചതാരും ഇപ്പോൾ പാർട്ടി കാണത്തില്ല, അവർ മാറിപ്പോകും. അതിനുശേഷം കുറച്ച് ആൾക്കാർ വരും. പിന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ പിന്നലെ ഉള്ള ആൾക്കാരൊക്കെ മാറി അത് ഒരു നിർജീവമായി നിൽക്കുന്ന അവസ്ഥ. സ്വന്തം പാർട്ടിക്കാരെ ഉണർത്തിക്കൊണ്ട് വരാതെ അവരെ ചേർത്ത് നിർത്താതെ
ഈ മാടമ്പിത്തരം മുഖത്ത് കാണിക്കാതെ ഒന്നുമില്ലെങ്കിലും സീറ്റൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് കേരളത്തിൽ. അപ്പൊ നിങ്ങൾ ഈ ഓവർ ജാടയും വേലയും കാണിക്കാതെ ഒരു സാധാരണക്കാരനെ പോലെ പെരുമാറാൻ ശ്രമിക്കുക. മുഖത്ത് വലിയ ധാർഷ്ട്യതയും കാണിക്കാതെ സാധാരണക്കാരെ പോലെ പെരുമാറുക, ആൾക്കാർക്കിടയിൽ പ്രവർത്തിക്കുക. എന്നാൽ മാത്രമേ കേരള ഘടകമൊക്കെ രക്ഷപ്പെടത്തുള്ളൂ. ഇപ്പോഴും കേരളത്തിന്റെ പുറത്ത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് രാജ്യത്ത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം ത്രിപുര പിടിച്ചവർ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ അവർ 2ാം സ്ഥാനത്ത് വന്നു. കേരളത്തിൽ മാത്രമേ ഇപ്പോഴും ആന മൊട്ടയായിട്ട് നിൽക്കുക. അപ്പോൾ കേരളത്തിൽ BJPയുടെ സംസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ വമ്പം പരാജയം. ഇനി നമുക്ക് രാഹുൽ ഗാന്ധിയിലേക്ക് പോവാം. രാഹുൽ ഗാന്ധിയെ നമ്മൾ ഇതിനിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത് നമ്മൾ ഈ പാർലമെന്റ് ഇലക്ഷനിൽ കണ്ടു. പുള്ളിക്കാരൻ ഇങ്ങനെ വേറെ ലെവലിലേക്ക് വന്നു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. ഹരിയാനയിൽ തുടർഭരണമായിരുന്നു BJPയുടെ, അവിടെ അവർ വീണ്ടും ഭരിക്കുന്നു. കോൺഗ്രസ് തകർന്നടിയുന്നത് നമുക്ക് കാണാം. ഉത്തരവാദി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസോ തരംഗോ ഹരിയാനയിൽ നിലനിൽക്കുന്നില്ല. കർഷക പ്രക്ഷോഭം അല്ലെങ്കിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എല്ലാം നിലനിന്നിട്ട് അവിടെ BJP വീണ്ടും അധികാരത്തിലേക്ക്. രാഹുൽ ഗാന്ധി പരാജയമാണ് ഉറപ്പാണല്ലോ. ഇനി മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ 230ഓളം സീറ്റാണ് ഈ പ്രാവശ്യം BJP പിടിക്കുന്നത്. അവരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നതും. ഇപ്പോഴും അവിടെ NDA സഖ്യം പിടിക്കുന്നത് 230 സീറ്റാണ്. BJP മാത്രം 130 സീറ്റ്. കോൺഗ്രസിന്റെ നടു ഒഴിഞ്ഞു പോകുന്ന 30 സീറ്റ് പിടിച്ചോന്ന് പോലും സംശയമാണ്. അതിന് സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചേക്കാം. അപ്പം കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയും വമ്പം പരാജയവും കേരളത്തിലെ BJPയുടെ സംസ്ഥാന ഘടകവും വമ്പം പരാജയമാണെന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇവരെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റൂല എന്ന് തെളിയിക്കുന്നതാണ് കേവല ഭൂരിപക്ഷം കിട്ടി വന്ന നരേന്ദ്രമോദിയുടെ പെർഫോമൻസ്. അതിനുശേഷം ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഉയർന്നു കയറി പോകുന്നു. പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് നേരെ താഴേക്ക് കൂപ്പുകുത്തുന്നത് നമുക്ക്. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംസ്ഥാനമാണ്. ഈ പ്രിയങ്ക ഗാന്ധിക്ക് എന്തിനാണ് ഈ വയനാട്ടിൽ വന്ന് വളരെ സേഫ് സോണായിട്ട് ഇവിടെ മത്സരിക്കുന്നത്? ഇപ്പം ഞാൻ പോയിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിൽ മത്സരിച്ചാൽ എനിക്ക് കിട്ടും 2 ലക്ഷം ഭൂരിപക്ഷം. അങ്ങനെയുള്ള മണ്ഡലമാണ് ഏത്? വയനാട്. അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ബേസ് വോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അവിടെ പോയി ഞാൻ നിന്നാലും എനിക്ക് കിട്ടുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് 2 ലക്ഷം ഭൂരിപക്ഷം കിട്ടും. അപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി അവിടെ ജയിക്കുന്നത്. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ നിൽക്കുമ്പോൾ അവിടെ പോയി ഫോക്കസ് ചെയ്യാതെ, ഉത്തർപ്രദേശിൽ പോയി ഫോക്കസ് ചെയ്യാതെ, മധ്യപ്രദേശിൽ പോയി ഫോക്കസ് ചെയ്യാതെ ഇവരൊക്കെ ഒളിച്ചോടി വന്ന് എവിടെയാണ് നിൽക്കുന്നത്? വയനാട്ടിലാണ് നിൽക്കുന്നതിലാണ്. ഇവിടെ വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ഇത്ര ഭൂരിപക്ഷം കിട്ടിയെന്നൊക്കെ പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല, ഒരു അർത്ഥമില്ല. കേരളത്തിന്റെ പുറത്ത് വലിയ വലിയ സംസ്ഥാനങ്ങളുണ്ട്. അതൊന്നും പിടിക്കാതെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി കസാരയൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. മഹാരാഷ്ട്രയും തോറ്റു, ഹരിയാനയും തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടിയിരിക്കുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമന്റ് ചെയ്യുക.